ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും. ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു, എനിക്ക് നിന്നൊന്ന് നേക്കഡ് ആയിട്ട് കാണണം, നിന്റെ ഷാപ്പ്. ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മള് പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലെ ഒരു അവസരമാണ് സാർ. പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിന്റെ ശരീരത്തിന് ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. നമസ്കാരം. സംവിധായകൻ രഞ്ജിത്തിന് എതിരെ വലിയ ഒരു ആരോപണമായിട്ട് ഒരു യുവാവ് ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. രഞ്ജിത്തിനെ സംബന്ധിച്ച് ബംഗാളി നടി പോലും ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ രഞ്ജിത്തിന് എതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന ഈ ഒരു സമയത്ത് പോലും വീണ്ടും ഓരോരോ ആരോപണങ്ങൾ വരുമ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു സത്യാവസ്ഥയുണ്ട് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാകുന്ന ഒരു കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് ഇതുപോലെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി പിന്നോട്ട് പോകുമ്പോൾ ഭീമൻ രഘു എന്ന് പറയുന്ന ഒരു സിനിമാ താരം, അദ്ദേഹം കാണിച്ച ചില കാര്യങ്ങളെ അത് ആളൊരു മണ്ടനാണ് എന്നുള്ള രീതിയിലൊക്കെ പരസ്യമായിട്ട് അധിക്ഷേപിച്ച രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ചെയ്തത് ഏത് തരത്തിലുള്ള മണ്ടത്തരമാണ് എന്നുള്ളത് കൂടി നമ്മൾക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. താൻ പ്രസംഗിക്കാൻ വരുന്ന സമയത്ത് ആരെങ്കിലും കൂവിക്കഴിഞ്ഞാൽ ഇതൊന്നും തങ്ങൾക്കൊരു പുത്രിയല്ല എന്നും താൻ SFIയിൽ വർഷങ്ങളോളം അതിലൂടെ പ്രവർത്തിച്ച് വന്ന ആളാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇവിടെ കേരളത്തിലെ രഞ്ജിത്ത് മുന്നോട്ട് വെക്കുന്ന സിനിമകൾ കാണുന്നത് SFIക്കാരോ സഖാക്കന്മാരോ മാത്രമാണോ? എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുമ്പോൾ പോലും തന്റെ രാഷ്ട്രീയത്തിൽ താൻ ഈ രീതിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണെന്ന് പരസ്യമായിട്ട് പറയുകയും അതിനുശേഷം നിരന്തരമായിട്ട് ലൈംഗികമായിട്ടുള്ള വിവാദങ്ങളിൽ പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സംവിധായകൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇനി അധികം വൈകേണ്ട ആവശ്യമൊന്നുമില്ല. നിരന്തരമായിട്ട് ഓരോരുത്തർ ഇതുപോലെ രഞ്ജിത്തിനെ പോലുള്ള ആളുകൾക്കെതിരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഇതിൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളിൽ വലിയ രീതിയിലുള്ള സത്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ചെറുപ്പക്കാരൻ പുറത്തു വിട്ടിരിക്കുന്ന ഒരു വാർത്ത നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും. ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു, എനിക്ക് നിന്നൊന്ന് നേക്കഡ് ആയിട്ട് കാണണം, നിന്റെ ഷാപ്പ്. ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മള് പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലെ ഒരു അവസരമാണ് സാർ. പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിന്റെ ശരീരത്തിന് ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു, വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറെ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും. അപ്പോ പുറത്ത് വിടുന്ന വാർത്തകൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സംവിധായകൻ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ഒരു വ്യക്തിനോട് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഒരു യുവാവിനോട് അവസരം നൽകണമെന്ന് പറയുന്ന ഒരു യുവാവിനെ വിളിച്ചു വരുത്തി ആ ചെറുപ്പക്കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഒരു രഞ്ജിത്തിനെ പോലെയുള്ള ആളുകളുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെയൊക്കെ മാനസികാവസ്ഥയെ നമ്മളൊന്ന് മനസ്സിലാക്കണം. രണ്ടാമത് ഇവരുടെയൊക്കെ മുന്നിൽ സ്ത്രീകൾ, പെൺകുട്ടികളടക്കമുള്ള ആളുകൾ മലയാള സിനിമയിൽ യുവതികളടക്കം അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ എത്രത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് നേരെ പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇവരെ പോലെയുള്ള ആളുകൾ ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം അഴുക്ക് ചാലിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് കോടതിയുടെ മുന്നിൽ പോയാലും സത്യം ഒരു ദിവസം തെളിയുമെന്നുള്ളതിൽ ഒരാൾക്കും തർക്കമില്ല. നിരന്തരമായിട്ട് നമ്മുടെ സിനിമാ മേഖലയിലേക്ക് വരുന്ന പുതിയ ആളുകളെ അവരെ ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ, തങ്ങളുടെ എക്സ്പീരിയൻസും തങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ തങ്ങളുടെ സ്വാധീനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഓരോ തരത്തിലുള്ള കാമഭ്രാന്തും ഏതെല്ലാം വ്യക്തികൾക്ക് നേരെ എപ്പോഴെല്ലാം എടുക്കാൻ സാധിക്കുമോ അത് പൂർണ്ണമായിട്ടും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി തയ്യാറായിട്ടാണ് രഞ്ജിത്തിനെ പോലെയുള്ള ആളുകൾ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ
നമ്മളെല്ലാവരും മനസ്സിലായി. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പല പ്രമുഖന്മാർക്കെതിരെയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ തന്നെ പല പ്രമുഖന്മാർക്കെതിരെയും പലപ്പോഴായിട്ട് പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകളുടെ ഇരട്ടത്താപ്പ് നയം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുക. സോളാർ വിഷയം വന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മാന്യത അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പല സ്ത്രീകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് പറയുക മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തി. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചില്ലുകൾ, കാറിന്റെ ഗ്ലാസ് തകർന്ന് ചില്ലുകൾ തെറിച്ചു പോകുന്ന ഒരു അവസ്ഥ വരെ നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. പിന്നീട് ഈ വിഷയം ചെയ്തവരോട് തനിക്ക് ഒരു തരത്തിലുള്ള പ്രതികാരവും ഇല്ല എന്നൊക്കെ ഉമ്മൻചാണ്ടി പറഞ്ഞതടക്കം മലയാളിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷവും മറക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങളാണെന്നുള്ളതും കൂടി നമ്മളെല്ലാവരും ഇന്നും അതെല്ലാം മനസ്സിൽ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്തിനെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരെ ആരോപണം വരുമ്പോൾ സഖാക്കന്മാര് കൃത്യമായിട്ട് അവരുടെ ഒരു തരത്തിലും അവർ ഈ വിധ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ വളരെയധികം മൗനമായിട്ടിരിക്കുകയാണ്. ഇത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്ക് ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ട ഉത്തരവാദിത്തം CPM നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന് തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ നടക്കുന്ന ചില അനീതികൾക്കെതിരെ യുവജന സംഘടന എന്നുള്ള രീതിയിലും വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിലും DYFIക്കും SFIക്കും ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മാറി നിൽക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, രഞ്ജിത്ത് ഒരു SFI കാരനാണെന്ന് രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പരസ്യമായിട്ട് താൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ രഞ്ജിത്ത് പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ കാര്യകർത്താക്കൾക്കോ പ്രവർത്തകർക്കോ രഞ്ജിത്ത് ഭാവിയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരു പ്രതിഷേധ കൊടി പോലും രഞ്ജിത്തിനെതിരെ എടുക്കാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള നിലപാട് ഇവിടുത്തെ സഖാക്കന്മാർക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രവർത്തന രീതി അത് ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും തുടച്ച് നീക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു സന്ദർഭങ്ങളിലാണെന്നതിൽ തർക്കമില്ല. രാജ്യത്ത് കേരളത്തിൽ മാത്രം നിലകൊള്ളുന്ന ഒരു സംവിധാനമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും അല്ലെങ്കിൽ എല്ലാ മലയാളിയും ഇന്ന് കൃത്യമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾ നോക്കുന്ന ഒരു കാര്യം, നമ്മുടെ മലയാള സിനിമാ മേഖല തകർച്ചയുടെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന അമ്മയെ പോലെയുള്ള ഒരു സംവിധാനം പോലും ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. നിലവിലെ അതിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാർ മുഴുവൻ രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. മാസം തോറും 5000 രൂപയാണ് 100-ന് മുകളിൽ ആളുകൾക്ക് അമ്മയിൽ നിന്ന് കൃത്യമായിട്ട് ലഭിച്ചിരുന്നത്. ഇതിനു വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തിയിരുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ ഇത്രയും വർഷം അമ്മയുടെ നിലനിൽപ്പിനായിട്ട് ഒരുപാട് സാമ്പത്തികം കയ്യിൽ നിന്ന് ഇറക്കിയ പ്രമുഖ നടന്മാർ. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അമ്മയ്ക്ക് നേരെ നടക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഒരു വിഭാഗം ആളുകൾക്ക് നേരെ നടക്കുന്ന ആരോപണങ്ങളും അതിലെ കേസുകളും അടക്കം. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും തെറ്റ് ചെയ്തവരെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ സംരക്ഷിച്ച് പോകേണ്ടി വന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നു പോകുന്നിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളതിൽ യാതൊരുവിധ തർക്കമില്ലാതെ തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും.